Dear students, applied dialysis techniques-ലെ അടുത്ത ഭാഗമാണ് നമ്മൾ ഈ ഒരു ഓഡിയോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡിഗോക്സിൻ എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് probabilities of digoxin induced arrhythmias are 50%, 90% at serum levels of 2.5 and 3.3 nanogram per milliliter respectively. നമുക്ക് ഈ ഒരു ഡിഗോക്സിൻ ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള അരിത്തീമിയാസ് ഒരു 50 to 90% നമുക്ക് സിറം ലെവൽ ഒരു 2.5% അല്ലെങ്കിൽ 3.3% ഒക്കെ കാണുമ്പോഴാണ് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൽ അതായത് ട്രീറ്റ്മെൻറ്റ്സ് എന്തിനൊക്കെ വേണ്ടിയിട്ട് എടുക്കാറുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈപ്പോകലീമിയ, അതുപോലെ തന്നെ ഹൈപ്പോമഗ്നീഷ്യമ, ആൽക്കലോസിസ്, അതുപോലെ തന്നെ നമുക്ക് ഓറൽ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ചാർക്കോളിൻ്റെ അഡ്മിനിസ്ട്രേഷനൊക്കെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ എടുക്കാറുണ്ട്. നമുക്ക് നമ്മുടെ എത്രത്തോളം ഈ ഒരു ഡിഗോക്സിൻസ് നമ്മുടെ ശരീരത്തിലേക്ക് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 8 ലിറ്റർ പെർ കിലോഗ്രാം ഇൻ നോർമൽ പേഷ്യൻസ്, 4.2 ലിറ്റർ പെർ കിലോഗ്രാം ഇൻ ഡയാലിസിസ് പേഷ്യൻസ്. പക്ഷേ 25% മാത്രമാണ് ഇതിൻ്റെ പ്രോട്ടീൻ ബൗണ്ട് കോൺസെൻട്രേഷൻസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർ ദിസ് റീസൺ ഓൺലി 5% ഓഫ് ബോഡി ലോഡ് വിൽ ബി റിമൂവ്ഡ് ബൈ എ 4-hour ഹീമോഡയാലിസിസ് ട്രീറ്റ്മെൻറ്റ്. ഓൾദോ ഹീമോപെർഫ്യൂഷൻ ഈസ് മോർ എഫക്റ്റീവ് ആൻഡ് ഹാസ് ബീൻ ഷോൺ ടു ഇംപ്രൂവ് സിംറ്റംസ്. നമുക്ക് ഹീമോപെർഫ്യൂഷൻ മെത്തേഡിലൂടെ നമുക്ക് മോർ എഫക്റ്റീവായിട്ട് ഈ ഒരു ഡിഗോക്സിനെ നമുക്ക് വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ വീതി വളരെ വലുതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെറൈറ്റി ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് വളരെ വലുതായതുകൊണ്ട് തന്നെ നമുക്ക് 5% എന്താണ് ഓഫ് ദ ബോഡി ലോഡ് വിൽ ബി റിമൂവ്ഡ് ബൈ എ 4-hour ഹീമോഡയാലിസിസ് ട്രീറ്റ്മെൻറ്റ്. നമുക്ക് 4 മണിക്കൂർ ഹീമോഡയാലിസിസ് ചെയ്താൽ ഒരു 5% മാത്രമാണ് നമുക്ക് ഡിഗോക്സിനെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓൾദോ ഹീമോപെർഫ്യൂഷൻ ഈസ് മോർ എഫക്റ്റീവ് ആൻഡ് ഹാസ് ബീൻ ഷോൺ ടു ഇംപ്രൂവ് symptoms, it is not routinely recommended in the treatment of digoxin toxicity as the VD of the drug is so large that total body clearance is limited. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ഹീമോഡയാലിസിസിന് പകരം ഹീമോപെർഫ്യൂഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഈ ഹീമോപെർഫ്യൂഷൻ മെത്തേഡിലാണെങ്കിലും നമ്മളെന്താണ് അത്ര അധികം പെട്ടെന്ന് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഈ ഡിഗോക്സിന് നമുക്ക് പുറത്ത് കളയാനായിട്ട് പറ്റില്ല. ക്ലിയറൻസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. Plasma pheresis performed soon after fat fragment administration promotes removal of the Fab digoxin complexes and high cutoff membranes such as theralite can be used for this purpose also. അതായത് നമുക്ക് ഈ ഒരു ഹീമോപെർഫ്യൂഷനും അതുപോലെ തന്നെ ഹീമോഡയാലിസിസിനും പുറമെ നമുക്ക് ഈ ഒരു ഫാബ് ഫ്രാഗ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷനൊക്കെ നമുക്ക് ഈ ഒരു ഡിഗോക്സിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് ഓതേഴ്സ് റെക്കമെൻഡഡ് എൻ അഡീഷണൽ ഫാബ് ട്രീറ്റ്മെൻറ്റ് ഇഫ് ടോക്സിറ്റി റിക്കർ ഇൻ ഡയാലിസിസ് പേഷ്യൻറ്റ്. ഫാബ് തെറാപ്പി റിമെയിൻസ് പ്രിഫേർഡ് ഓവർ ഹീമോപെർഫ്യൂഷൻ ഓർ പ്ലാസ്മ ഫെറസിസ്. നമ്മൾ ഈ ഒരു ഇത്തരത്തിലുള്ള ഡയാലിസിസ് പേഷ്യൻസിലും ഫാബ് തെറാപ്പി അല്ലെങ്കിൽ ഫാബ് തെറാപ്പീസാണ് നമ്മൾ ചെയ്യുന്നത്, ഹീമോപെർഫ്യൂഷൻ അല്ലെങ്കിൽ പ്ലാസ്മ ഫെറസിസിന് പകരം. ഓൾദോ ഫാബ് ഹാസ് ബീൻ യൂസ്ഡ് സക്സസ്ഫുള്ളി ഇൻ പേഷ്യൻറ്റ് വിത്ത് കോക്സിസ്റ്റിൻ റീനൽ ഫെയിലർ, ഡിഗോക്സിൻ മേ ബി റിലീസ്ഡ് ഫ്രം ദ ഫാബ് ഡിഗോക്സിൻ കോംപ്ലക്സ് ലീഡിങ് ടു എ റീബൗണ്ട് ഇൻ ടോക്സിറ്റി പെർഹാപ്സ് റിക്വയറിങ് എ സെക്കൻഡ് ട്രീറ്റ്മെൻറ്റ്. അതായത് നമുക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വെറൈറ്റി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലായതുകൊണ്ട് തന്നെ, അതായത് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് സ്പ്രെഡ് ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഡയാലിസിസോ ഹീമോപെർഫ്യൂഷനോ വഴി ഡിഗോക്സിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ ഫ്രാഗ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് അതിനെ റിമൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ടോക്സിക് ആൽക്കഹോൾസ്. എത്തിലീൻ ഗ്ലൈക്കോൾ ആൻഡ് മെത്തനോൾ ആർ ദ കോമണസ്റ്റ് കോസ് ഓഫ് ഫാറ്റൽ ടോക്സിക് ആൽക്കഹോൾ പോയ്സണിങ്. എത്തിലീൻ ഗ്ലൈക്കോളും അതുപോലെ തന്നെ മെത്തനോളും ഇത് രണ്ടും നമ്മളെന്താണ് കോമണസ്റ്റ് കോസസ് ഓഫ് ഫാറ്റൽ ടോക്സിക് ആൽക്കഹോൾ പോയ്സണിങ്. നമുക്ക് സാധാരണയായിട്ട് എന്താണ് ഫാറ്റൽ ടോക്സിക് ആൻഡ് ആൽക്കഹോൾ പോയ്സണിങ്ങിന് കാരണമാവുന്നുണ്ട്. പിന്നെ എത്തിലീൻ ഗ്ലൈക്കോൾ ഈസ് ഫൗണ്ട് ഇൻ ആൻറ്റിഫ്രീ സൊല്യൂഷൻ, ഡേസിങ് സൊല്യൂഷൻസ്, ഹൈഡ്രലോണിക് ബ്രേക്ക് ഫ്ലൂയിഡ്, ഫോം സ്റ്റെബിലൈസർ ആൻഡ് കെമിക്കൽ സോൾവെൻസിലും.
എത്തിലിൻ ഗ്ലൈക്കോൾ നമ്മൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ചില സൊല്യൂഷൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. മെത്തനോൾ നമുക്ക് കാണപ്പെടുന്നത് ഏതിലൊക്കെയാണ്? വിൻഡ്ഷീൽഡ് വാഷിംഗ് ഫ്ലൂയിഡ്സിൽ, പെയിൻസിൽ, സോൾവെൻസിൽ, പിന്നെ കോപ്പിയർ ഫ്ലൂയിഡ്സ്, ഇല്ലീഗലി മാനുഫാക്ചർ ആയിട്ടുള്ള ആൽക്കഹോൾസ്, വുഡ് ആൽക്കഹോൾസിലൊക്കെയാണ് നമുക്കത് കാണുന്നത്. മെത്തനോൾ ആൻഡ് എത്തിലിൻ ഗ്ലൈക്കോൾ ആർ റിലേറ്റീവ്ലി നോൺ ടോക്സിക് ബട്ട് both are metabolized via the enzyme alcohol dehydrogenase to produce the toxic metabolite formic and glycolic acid respectively. അപ്പോൾ മെത്തനോൾ ആണെങ്കിലും അതുപോലെ തന്നെ എത്തിലിൻ ഗ്ലൈക്കോൾ ആണെങ്കിലും രണ്ടും എന്താണ്? നോൺ ടോക്സിക് ആണ്. പക്ഷേ ഇത് എന്താണ്? നമുക്ക് എങ്ങനെയാണ് മെറ്റബോളൈസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻസൈം ആൽക്കഹോൾ ഡീഹൈഡ്രജനേസ് ടു പ്രൊഡ്യൂസ് ടോക്സിക് മെറ്റബോളൈറ്റ്സ് ഫോമിക് ആസിഡ് ആൻഡ് ഗ്ലൈക്കോളിക് ആസിഡിൽ നിന്നാണ്. ഇൻ എത്തിലിൻ ഗ്ലൈക്കോൾ പോയ്സണിങ് ഗ്ലൈക്കോലേറ്റ് ഈസ് ഫർദർ മെറ്റബോളൈസ്ഡ് ടു ഓക്സലേറ്റ് വിച്ച് ക്യാൻ കോസ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. ഈ എത്തിലിൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പോയ്സണിങ്ങിന് കാരണമാവുന്നുണ്ട്. ഈ ഗ്ലൈക്കോലേറ്റ് എന്ന് പറയുന്നത് പിന്നീട് മെറ്റബോളൈസ് ചെയ്തിട്ട് ഓക്സലേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഇങ്ങനെ മാറുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? അത് നമ്മുടെ കിഡ്നി ഫെയിലിയറിന് കാരണമാവുന്നുണ്ട്. അതുപോലെ എത്തനോൾ നമ്മൾ കഴിക്കുന്നത് വിഷാംശമുള്ള മെറ്റബോളൈറ്റുകളുടെയും അതുമായി ബന്ധപ്പെട്ട ക്ലിനിക്കൽ സവിശേഷതകളുടെയും രൂപീകരണം വൈകിപ്പിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നമുക്ക് ഇപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് സാധിക്കാത്ത ഇപ്പോൾ ഹവർ ഇലവേറ്റഡ് poisoning with a toxic alcohol should be suspected in patient with the unexplained metabolic acidosis accompanied by increase in anion and osmolar gap. അപ്പോൾ നമുക്ക് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള മെറ്റാബോളിക് അസിഡോസിസ് കണ്ടീഷൻസ് ഒക്കെ നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള മെറ്റാബോളിക് അസിഡോസിസ് ഉള്ള രോഗികളിൽ നമുക്ക് പോയ്സൺസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ആനിയോൺ ഓസ്മോളാർ ഗ്യാപ്പുകളിലെ വർധനവിനൊപ്പം ഇതിലെന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഉയർന്ന ആനിയോൺ വിടവും ഉയർന്ന നമ്മുടെ ഓസ്മോളാർ ഗ്യാപ്പും വിഷാംശമുള്ള ആൽക്കഹോളുകൾ കഴിച്ചതിന് ശേഷം വളരെ വൈകിയോ അതുപോലെ തന്നെ അപൂർവമായി മാത്രമാണ് ഒരേ സമയം നമുക്ക് കാണപ്പെടുള്ളൂ. അതുപോലെ ഒരു വിഷാംശമുള്ള ആൽക്കഹോൾ മെറ്റബോളൈസീകരിക്കപ്പെട്ടില്ലെങ്കിൽ ഓസ്മോളാർ ഗ്യാപ്പ് വർദ്ധിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ആനിയോൺ ഗ്യാപ്പ് വർദ്ധിക്കാനായിട്ടാണ് ഇവിടെ സാധ്യതയുള്ളത്. അതായത് ആനിയോണും അതുപോലെ തന്നെ ആൽക്കഹോളിക് ഗ്യാപ്പുകളാണെങ്കിലും ഒരേ സമയം എന്ത് സംഭവിക്കുകയാണ്? നമുക്ക് ഇൻക്രീസ് ആവാനായിട്ടുള്ള അതിൻ്റെ ഗ്യാപ്പുകൾ ഇൻക്രീസ് ആവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. മറുവശത്ത് ഇപ്പോൾ നമുക്കൊരു വിഷാംശമുള്ള ഒരു ആൽക്കഹോൾ മെറ്റാബോളിസത്തിന് വിധേയമായിട്ടുണ്ടെങ്കിൽ ഓസ്മോളാർ ഗ്യാപ്പ് വർദ്ധിക്കും, പക്ഷേ ആനിയോൺ ഗ്യാപ്പും അവിടെ വർദ്ധിക്കാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. അതിനാൽ ഒരു സാധാരണ ഓസ്മോളാർ അല്ലെങ്കിൽ അയോൺ ഗ്യാപ്പ് ഗണ്യമായ വിഷാംശമുള്ള ആൽക്കഹോൾ കഴിക്കാനുള്ള സാധ്യത ഇല്ലാതാക്കുന്നില്ല. അതായത് നമുക്കിവിടെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ if a toxic alcohol has undergone complete metabolism, the anion gap but not the osmolar gap with the elevated. Therefore, a normal osmolar or anion gap does not eliminate the possibility of significant toxic alcoholic ingestion. ഇപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു ഓസ്മോളാർ അല്ലെങ്കിൽ ആനിയോൺ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ അത് ഡസ് നോട്ട് എലിമിനേറ്റ് ദ പോസിബിലിറ്റി ഓഫ് സിഗ്നിഫിക്കൻറ്റ് ടോക്സിക് ആൽക്കഹോൾ ഇഞ്ചക്ഷൻ. ഒരു ടോക്സിക് ആയിട്ടുള്ള ആൽക്കഹോൾ ഇഞ്ചക്ഷൻ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു ആനിയോൺ ഗ്യാപ്പോ അല്ലെങ്കിൽ നമുക്കൊരു ഓസ്മോളാർ ഗ്യാപ്പോ നമുക്ക് ഇൻക്രീസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്.